വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 6 ആയി. അപ്പോൾ ഇപ്പോഴത്തെ രാവിലെ ഞങ്ങൾ ഇറങ്ങി ഇന്ന് ഹേംകുണ്ട് സാഹിബൊക്കെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ കുതിരപ്പുറത്ത് വേണം പോകാൻ, നല്ല ഹൈ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും ഉണ്ണിച്ചാനും ഉള്ളൂ, അച്ഛനും മാമനും ആൻറ്റി ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പേരുണ്ട് കൂടെയുള്ള, അങ്ങനെ പോവാണ്. അപ്പം നോക്കാം. അങ്ങനെ ഗായ്സ് ദേ നമ്മൾ ഹേംകുണ്ട് സാഹിബിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിത് മ്യൂളിൻ്റെ പുറത്ത് കയറിയിട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ കാജൽ. അപ്പോൾ അമ്മയും അച്ഛനും മാമനും ആരും വരുന്നില്ല, ഞാനും ഉണ്ണിച്ചേട്ടനും കൂടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളീ പോകുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ട്രക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഏകദേശം 6 കിലോമീറ്റർ ട്രക്കാണ്. നല്ല ഷാർപ്പ് കയറ്റം, 7-8 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇവരെല്ലാം നല്ല ടയേർഡാണ് കേട്ടോ. ഇന്നലത്തെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിങ് കഴിഞ്ഞ് ആർക്കും വയ്യ, അതുകൊണ്ട് ആരും വരുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഇന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഞാനും ഉണ്ണിച്ചേട്ടനും തീരുമാനിച്ചു എന്തായാലും വന്നതല്ലേ, അപ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാം. അപ്പം നടക്കാൻ തീരെ വയ്യാത്തതുകൊണ്ട് മ്യൂളെന്ന് പറഞ്ഞ് അതിൻ്റെ വണ്ടേ എനിക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് കൊടൈക്കനാൽ വെച്ചൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മേളിൽ കയറുന്നവരല്ല കേട്ടോ. നല്ല പാടാണ് അതിൻ്റെ വണ്ടി ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് പകുതി ദൂരം എത്തി ചായ കുടിക്കാനായിട്ട് നിർത്തും കേട്ടോ. നമ്മൾ ടീ ബ്രേക്കിന് ഇറങ്ങിയതാണ്. നമ്മൾ ഗൈസ് പകുതി ദൂരം എത്തി. കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. ഞാനും ഉണ്ണിച്ചേട്ടനും ഓരോ കുതിര, ബാക്കി എല്ലാവരും പുറകെയും ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. പകുതി എത്തുമ്പോഴത്തേനും കുതിരയ്ക്ക് റെസ്റ്റ് എടുക്കാനും ചായക്കാരനൊക്കെ ചായ കുടിക്കാനും നിർത്തി കിട്ടും. ഇത് അങ്ങ് മേള് വരെ പോകണം. ഏറ്റവും നമ്മൾ പോകുന്നതിൽ ഏറ്റവും ഹൈയിൽ ഓൾട്ടിറ്റ്യൂഡ് പോകുന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൈറ്റിൽ വിഷയം വരാതിരിക്കാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ പ്രിക്കോഷൻസ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കുതിരപ്പുറത്തിരുന്ന്, ഞാൻ ഫുൾ പിടിച്ചിരിക്കുമല്ലോ, നമുക്ക് ഈ വഴി സീനാ. ഇതുകൊണ്ട് ഞാൻ പേടിച്ച് പോകുന്നതുകൊണ്ട് കുതിരപ്പുറത്തിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ക്ലിപ്സൊന്നും എടുത്തില്ല. നല്ല വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ആസ്വദിച്ചാണ് പോകുന്നത്, നല്ല രസമാണ്. പിന്നെ കുതിരയിൽ മേളിലിരിക്കുന്നൊരു പേടിയുള്ളതുകൊണ്ട് അതിനെ അള്ളിപ്പിടിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ നേരം ഇരുന്നിരുന്ന് വയ്യാതെ നടുവൊക്കെ പോകും കേട്ടോ നമ്മുടെ. അങ്ങനെ നമ്മൾ എത്തി, നമ്മൾ ഗുരുദ്വാരയിലോട്ട് നടന്ന് കയറുകയാണ് കേട്ടോ. അങ്ങനത്തെ ഈ സ്റ്റെപ്പ് കയറി മേളിൽ കാണുന്നതാണ് വേൾഡ്സ് ഹയസ്റ്റ് ഗുരുദ്വാര ഹേംകുണ്ട് സാഹിബ്. ഏകദേശം 4300 മീറ്റർ ഉയരത്തിലാണ്. ഒരു 1500 ഫീറ്റോളം വരും കേട്ടോ. ഞങ്ങൾ എത്തിയിട്ടോ. ഇപ്പം ഇവിടെ വെയില് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പില്ല വിചാരിച്ച പോലെ, പക്ഷെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഹേംകുണ്ട് സാഹിബ് എന്ന് പറയുന്നത്, ഹേംകുണ്ട് എന്ന് പറയുന്ന തടാകത്തിൻ്റെ തീരത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിഖുകാരുടെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് മുൻ ജന്മങ്ങളിൽ ഈ ഹേംകുണ്ടിൻ്റെ തീരത്ത് ധ്യാനിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ എല്ലാ ഇങ്ങനത്തെ സിഖ് ടെമ്പിളിലെയും പോലെ തന്നെ നമ്മൾ ആദ്യം ചെരുപ്പ് ഊരിയിടണം, പിന്നെ തല കവർ ചെയ്യണം. ആണുങ്ങൾക്കാണെങ്കിൽ അവിടെ കൊടുക്കും കേട്ടോ. തല കവർ ചെയ്യാനായിട്ടൊരു സാധനം അവിടെ തന്നെ തരും. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് തല കവർ ചെയ്തിട്ട് മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ. പിന്നെ പുറത്ത് മാത്രമേ വീഡിയോസ് അനുവദിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഹേംകുണ്ട് ലേക്ക് ഓഫ് സ്നോ എന്നാണ് പറയുന്നത്. കാരണം തണുപ്പ് കാലത്ത് ഇത് ഫുൾ ഐസായിരിക്കും. ഒക്ടോബർ ഏപ്രിൽ മാസങ്ങളിലൊന്നും ഇങ്ങോട്ട് ആരെയും കയറ്റിവിടില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഗംഗാജലൊക്കെ കൊണ്ടുപോകത്തില്ലേ, അതുപോലെയാണ് അവർ ഇവിടുത്തെ വെള്ളം എടുക്കുന്നത്, തീർത്ഥം പോലെ. അവരതിനകത്ത് മുങ്ങി കുളിച്ചിട്ടാണ് അകത്ത് കയറുക തൊഴാൻ. അപ്പോൾ നമ്മളിതേ അകത്തൊക്കെ കയറി, അകത്തെ വീഡിയോസൊന്നും പറ്റില്ല. അവിടെ നിന്നൊരു പ്രസാദം കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഒരു കേസരിയുടെ ഒക്കെ ഒരു മോഡൽ, പക്ഷെ വേറെ എന്തോ സാധനമാണത്. ഇപ്പോൾ ദേ കാണുന്നതാണ് ലക്ഷ്മൺ ക്ഷേത്രം എന്ന് പറയുന്നത്. പണ്ട് ലക്ഷ്മണന് യുദ്ധത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ ശേഷം ഇതിൻ്റെ തീരത്ത് ധ്യാനിച്ചിരുന്ന ആരോഗ്യം വീണ്ടെടുത്തായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ ലക്ഷ്മൺ ക്ഷേത്രം. കയറി തൊഴുതു, ഇങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കയറാൻ. നമ്മളന്ന് ഗോൾഡൻ ടെമ്പിളിൽ പോയ പോലെ. എന്നിട്ട് കയറി അവിടെ കുറേ നേരം 15 മിനിറ്റ് ഇരുന്നു. അവിടെ നല്ല ഒരു ആദ്യമായിട്ട് കാണുമായിരുന്നു ഇങ്ങനെ ഒരു ഗുരുജി എന്തോ പ്രാർത്ഥിക്കുന്നു, എല്ലാവരോടും ഇങ്ങനെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് എന്തോ ഒരു സ്വീറ്റ് ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങി ലക്ഷ്മൺ ക്ഷേത്രത്തിൽ പോയി. അവിടെ നമ്മൾക്ക് തന്നെ അവർ ചന്ദനമൊക്കെ തൊട്ട് വരും, പൈസ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തോ പ്രസാദം തരുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ പോകുന്നത്. ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ.
നമ്മളിത് ഇവിടെ ലക്ഷ്മൺ ക്ഷേത്രത്തിലും തൊഴുതു. അപ്പോൾ അത് ഉണ്ണിച്ചേട്ടൻ ആ മലയുടെ ഇടയിൽ കൂടെ കയറിപ്പോയി കേട്ടോ, നല്ല ഫോട്ടോ കിട്ടാനായിട്ട്. അങ്ങനെ ശരിക്കും ആയിരിക്കില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വരേണ്ട സംഭവമാണ് കേട്ടോ. ഇവിടെയും ഒരുപാട് പേരുണ്ട്. നമ്മുടെ അങ്ങ് ഗോവിന്ദഘട്ടിയിൽ നിന്ന് ഇവിടെ വരെ നടന്നു വരുന്നവർ അത്ര. അവർ നമ്മൾ ഇവിടുന്ന് ശബരിമലയ്ക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ഇതുപോലെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ നൊയമ്പൊക്കെ എടുത്തിട്ട് ഇത്രയും ദൂരം നടന്നു വരുന്നവർ, അത് സ്ത്രീകളാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാ ഗുരുദ്വാരയിലും പോലെ ഇവിടെയും ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ നല്ല ചൂട് ചായയും കിച്ചടിയൊക്കെ കഴിച്ചു. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. തിരിച്ച് നമുക്ക് നേരത്തെ വേണം, ഇവിടെ രാത്രിയിൽ ആരെയും നിൽക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോന്നാലേ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദേ നമ്മൾ തിരിച്ചും കുതിരയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇറങ്ങി വരികയാണ്. നടന്നു വരാനൊക്കെ പറ്റും കേട്ടോ. ഇത് എബിച്ചയുടെ നടന്നു വരുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത്രയും ദൂരം നടന്നു കേട്ടോ. അപ്പം നല്ല ടാസ്ക്കാണ്, നല്ല സ്റ്റീപ്പായതുകൊണ്ട് നടക്കാനായിട്ട് അത്ര ആരോഗ്യമുള്ളവർക്കും പറ്റുന്നവർക്കേ പറ്റുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് നടന്ന് പയ്യെ ഇരുന്ന് വരുന്നവർ. അപ്പം അങ്ങനെ നടക്കാമെങ്കിൽ നടന്നു നോക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിത് പോകുന്ന വഴിക്ക് കുതിരയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഇതിൻ്റെ മുകളിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചു കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മ്യൂളിൻ്റെ പുറത്ത് കയറുന്നതിലും ടാസ്ക് തിരിച്ചിറങ്ങുമ്പോഴാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പോട്ടാങ്ങിയിരിക്കണം, തിരിച്ചു വരുമ്പോൾ പുറകോട്ടാങ്ങിയിരിക്കണം. അങ്ങനെയൊക്കെ ഓരോ രീതികളൊക്കെ ഉണ്ട് കേട്ടോ. കുതിരപ്പുറത്ത് കയറി ഉറങ്ങിപ്പോയ ഐശ്വര്യ ചേച്ചിയെ നിങ്ങൾ കണ്ടു. കുതിരക്കാരി ഐശ്വര്യ അങ്ങനെ പറയാം. ആൻറ്റിക്കൊന്നും വയ്യ. എങ്ങനെയുണ്ട് ആൻറ്റി? എങ്ങനെയുണ്ട്? വേദനയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന പോലെ അല്ലല്ലേ, തിരിച്ചു വരുമ്പോൾ ഇച്ചിരി പാടാ. കുലുങ്ങി നമുക്ക് സന്തോഷമുണ്ട്. അതെ പെട്ടെന്ന് എത്തുന്നുണ്ടല്ലേ. ਹੇਮਕੁੰਟ ਸਾਹਿਬ ਦੇ ਦੀਦਾਰ ਪਾਉਣ ਲਈ ਜਾਂਦੇ ਵੱਡਿਆਂ ਨਸੀਬਾਂ ਵਾਲੇ। താങ്ക് യു കാജൽ. ഇതാണ് കാജൽ, മറ്റേത് റാണി. ഇതാണ് നമ്മുടെ നാഗേന്ദ്ര ഭയ്യ. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2800 വൺ വേ. 2000 അല്ല 1900 ഒക്കെ കിട്ടും. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, തോന്നുന്നുണ്ടല്ലേ? അങ്ങോട്ട് എപ്പോൾ സുഖമായിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോൾ നടുവും മൊത്തത്തിൽ എന്തൊക്കെയോ വിഷയമാണ്. ചാടിയല്ലേ വന്നേ. ഇന്ന് ഫുൾ റെസ്റ്റ് ആയിരിക്കും. ഇനി വേറെ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാണിക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിതേ വരാത്തവരോട് നമ്മൾ പോയിട്ട് വന്ന് കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാണ്. അപ്പോൾ തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞത് വൈകിട്ട് നമ്മൾ കലാപരിപാടികളിലോട്ട് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ നമ്മൾ ഡാൻസും പാട്ടും അങ്ങനെയുള്ള പരിപാടികളിലോട്ടൊക്കെ പോവാണ് കേട്ടോ. ആദ്യം നമ്മുടെ അശ്വതി ചേച്ചിയുടെ ഡാൻസാണ്. ഹിമവാന്റെ മടിത്തട്ടിൽ ഒരു ഭാഗത്തെ രാമകുണ്ട സാഹിബിൽ അതിവിശിഷ്ടമായ ലക്ഷ്മണ ക്ഷേത്രം അവിടെയുണ്ട്. ലക്ഷ്മണൻ തപസ് ചെയ്ത സ്ഥലമാണ്. ആ ഹനുമാന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അങ്ങനെ എല്ലാ ഈശ്വരന്മാരുടെയും ഒരു ഭൂമിയാണ് ഹിമാലയം. ആ ഹിമാലയത്തിൻ്റെ ഈ ഒരു പ്രത്യേക ഭൂമിയിൽ വെച്ചിട്ട് ഒരു നൃത്തം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. ഏലൂർ ബിജുവിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പാട്ടൽപ്പങ്ങൾ കേട്ടില്ലേ? അതാണ് പാട്ട്.
പടച്ചനുമായം നല്ലു മംഗല്യത്തിനു സ്വന്നേ നല്ലു പണില വിളക്കു നല്ലു. അങ്ങനെ ഇതേ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ചീസ് ചൗമൻ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, കഴിച്ചു നോക്കാം. തേങ്ങയ്ക്കുള്ള ചമ്മന്തിയാണോ മാമൻ കഴിക്കുന്നുണ്ട്? മാമന്റെ മുഖത്തെ വിഷമം കണ്ട ഉണ്ണിച്ചൻ എന്നാ കഴിക്കുന്നില്ലേ? വിശപ്പില്ലല്ലേ? ഫുഡിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. അയ്യോ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വായ വെക്കാൻ കൊള്ളൂല്ലേ. ഗൈസ്, ദി ഫ്രൈഡ് മോമോസ് മയോണൈസും ഉണ്ട്. വൈകിട്ട് ചായ കുടിച്ചത് കഴിഞ്ഞ് അശ്വതി ചേച്ചിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങി, ചുമ്മാ ജസ്റ്റ് മോമോസ് ചൗമൻ ഇവിടെ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിപ്പോൾ തിരിച്ചു വന്ന് ഇനി ഇവിടെ ദോശയും കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കണം. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് ഫുൾ എന്നിട്ട് പാട്ടിട്ട് ഡാൻസ് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ തണുപ്പിൽ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ബോഡി ഹീറ്റ് ആവില്ല, അപ്പം നല്ല സുഖമാണ്. ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചുമ്മാ ഇതിലൊക്കെ നടന്നിട്ട് കിടന്നുറങ്ങും. നാളെ നമ്മൾ തിരിച്ച് ഇവിടെ വിട്ട് ഗോവിന്ദഘട്ടിലോട്ട് പോകും. അപ്പോൾ നാളെ നമ്മൾ ഹെലികോപ്റ്ററൊന്നും ഇല്ല, നടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് പോയപ്പോൾ ഇന്ന് 7 കിലോമീറ്റർ ആയിരുന്നു മേളിലോട്ട്, പക്ഷെ കുതിരപ്പുറത്തല്ലേ പോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാലി ഫ്ലവേഴ്സിൽ പോയത് 4 കിലോമീറ്റർ ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ നടക്കാനുള്ളത് 11 കിലോമീറ്റർ ആണെന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ചോദിച്ച് ഉറപ്പിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നാളെ രാവിലെ 5 മണിക്ക് ഇറങ്ങി നടക്കാമെന്നാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ വെയിലാവുന്നതിന് മുമ്പ് നമുക്ക് പകുതി ദൂരം നടന്നു തീർക്കാൻ പറ്റുമല്ലോ. അപ്പം പിന്നെ ഇറക്കമാണ്. ഇങ്ങോട്ട് കയറി വന്നവർക്ക് കയറ്റം കയറി വരുന്നു, അവർ നല്ല ബുദ്ധിമുട്ടിയാണ് വന്നത്. കുറേ പേരൊക്കെ കുതിരപ്പുറത്തൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞ്. ഞങ്ങൾ ഹെലികോപ്റ്ററിനില്ലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പം എല്ലാവരും നടക്കുകയാണ്. ഹെലികോപ്റ്റർ ഇല്ല ഇവിടെ, 2 ദിവസത്തേക്ക് എന്തോ മെയിൻ്റനൻസ് പണിയായിട്ട് ഇല്ല, അതുകൊണ്ട് നടന്നേ പറ്റൂ. അപ്പം ഞങ്ങളിപ്പം നാളെ രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് നടക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ഇനി നാളെ അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.